EP-യുടെ വിമർശനം കട്ടൻ ചായയും പരിപ്പുപടിയും എന്ന ആത്മകഥയിലാണ്. അതിൻ്റെ പ്രിന്റിങ്ങിന് പോയിരിക്കുകയാണ്. DC-ക്ക് പ്രിന്റിങ്ങിന് പോയിരിക്കുന്ന പുസ്തകത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഈ പുസ്തകത്തിന് താൻ അനുമതി കൊടുത്തിട്ടില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന പലതും തൻ്റെ വാദങ്ങളോ താൻ എഴുതിയതോ അല്ല എന്നുകൂടി EP പറയുന്നുണ്ടോ എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ EP-യുടെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ കാക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിനത്തിൽ, വിധി ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി EP ജയരാജൻ്റെ പുസ്തകത്തിൻ്റെ കണ്ടന്റ് ഇപ്പോൾ പുറത്തു വരുന്നു. സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട കാര്യവും ഇപ്പോൾ ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിലാണ് ഈ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത്. എന്നാൽ പുസ്തകത്തിൻ്റെ കണ്ടന്റിനെ, ഈ പുറത്തു വന്നിരിക്കുന്ന വിവാദ വിഷയങ്ങൾ നിഷേധിക്കുകയാണ് EP ജയരാജൻ. വിനീത, ഇതിൽ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട വിഷയവും പരാമർശിക്കുന്നുണ്ട് അല്ലേ? അതെ. ദേശാഭിമാനി പത്രം സാന്റിയാഗോ മാർട്ടിൽ നിന്ന് പരസ്യം വാങ്ങിയത് പലപ്പോഴായി വിവാദങ്ങളായിരുന്നു. അന്നത് വലിയ ചർച്ചയായിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിൽ UDF അത് ആയുധമാക്കുകയും ചെയ്തിരുന്നിട്ടുണ്ട്. ഇതിൽ കൃത്യമായൊരു വിശദീകരണം നൽകുന്നുണ്ട്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ സ്ട്രാറ്റജിക്കലായി പരസ്യങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഓരോ ഘട്ടത്തിലും അങ്ങനെ പരസ്യങ്ങൾ വാങ്ങിയെടുക്കുകയും ചെയ്യും. അടുത്ത വർഷത്തെ പരസ്യത്തിനുള്ള തുക മുൻകൂർ നൽകിയാൽ പരസ്യ നിരക്കിൽ നിശ്ചിത ശതമാനം കുറവ് നൽകും. അങ്ങനെ മുൻകൂർ നൽകുന്ന തുകയ്ക്ക് ചെക്ക് നൽകും. എന്തെങ്കിലും കാരണവശാൽ പരസ്യം നൽകാത്ത പക്ഷം തുക തിരിച്ചു നൽകും. അങ്ങനെ അതിൻ്റെ ഒരു സ്ട്രാറ്റജി അദ്ദേഹം പറയുന്നു. അങ്ങനെ പലരെയും സമീപിച്ച കൂട്ടത്തിലാണ് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയുമായി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബന്ധപ്പെടുന്നത്. ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നുണ്ടായിരുന്നെങ്കിലും ഭീമമായ കടത്തിലായിരുന്നു ആ കാലയളവിൽ ദേശാഭിമാനി എന്ന് EP ജയരാജൻ പറയുന്നു. പരസ്യ വരുമാനം തീരെ കുറവാണ്. സർക്കുലേഷനിൽ കാര്യമായ പുരോഗതിയില്ല. ന്യൂസ് പ്രിന്റ് പോലും പലപ്പോഴും മറ്റു പത്രങ്ങളിൽ നിന്നും കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു. അത്തരത്തിൽ ഗുണനിലവാരം കുറഞ്ഞ മഷിയും ന്യൂസ് പ്രിന്റും ഒക്കെ ഉപയോഗിക്കുന്നത് പത്രത്തിന്റെ ഗുണനിലവാരത്തെ തീർത്തും പരിതാപകരമായ അവസ്ഥയിൽ എത്തിച്ചെന്ന ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇത് ചുമതലയേൽക്കുന്നത്. VV ദക്ഷിണാമൂർത്തിയെ ചീഫ് എഡിറ്ററായി നിയമിച്ചിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ആ സമയത്താണ് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയുമായി പുതിയ മാർക്കറ്റിംഗ് മാനേജർ ചർച്ച നടത്തുകയും അതിൽ നിന്ന് പരസ്യം എന്ന രീതിയിൽ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ പലപ്പോഴായി EP ജയരാജനിലൂടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു വിശദീകരണം നൽകുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഇന്ന് വിധി ദിനത്തിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു എന്നത് ഗൂഢാലോചനയാണെന്ന് EP ജയരാജൻ പറയുകയും ചെയ്യുന്നുണ്ട്. ആ പുസ്തകം ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന മട്ടിൽ DC ബുക്സിൻ്റെതായ ഒരു പ്രതികരണവും ഇപ്പോൾ വന്നിട്ട് നമുക്കത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും കട്ടൻ ചായയും പരിപ്പുവടയും എന്ന EP ജയരാജന്റെ ഈ ആത്മകഥ തന്നെയാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നത്. തന്നെ പാർട്ടി മനസ്സിലാക്കിയില്ല, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ വലിയ പ്രയാസമുണ്ട് എന്നുകൂടിയാണ് EP ജയരാജൻ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്നുകൂടി EP ജയരാജൻ തുറന്നടിക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നതിൽ തർക്കമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പോലും പാളി എന്നാണ് EP ജയരാജൻ വിമർശിക്കുന്നത്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലെ, അതായത് ഉപതെരഞ്ഞെടുപ്പിൽ P സരിന്റെ സ്ഥാനാർത്ഥിത്വവും രൂക്ഷമായി വിമർശിക്കുമ്പോൾ ഏതായാലും EP ജയരാജന്റെ ആത്മകഥ വലിയ ചർച്ചയാകുന്നുണ്ട്. PV അൻവറിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നു എന്നതാണ്. ഇത്തരത്തിൽ ആനുകാലികമായ പല വിഷയങ്ങളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ തനിക്ക് വിശദീകരിക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നതാണ് EP ജയരാജന്റെ ഈ ആത്മകഥ. എന്നാൽ ഇതൊന്നും തന്നെ EP ജയരാജൻ തന്റെ അറിവോടെയല്ല, അല്ലെങ്കിൽ ഇതിൽ ഇന്ന് പുറത്തു വന്നത് ഗൂഢാലോചനയാണ് എന്നൊക്കെ മറ്റുള്ള പ്രതികരണങ്ങളാണ് EP-യുടേതായി വരികയും ചെയ്യുന്നത്. നമുക്കും EP ജയരാജന്റെ പ്രതികരണം തേടേണ്ടതുണ്ട്. ഏതായാലും ചെന്നിത്തലയെ കണ്ടെന്ന് ജാവദേക്കർ പറഞ്ഞു എന്നുകൂടി EP ജയരാജൻ ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയെ കണ്ടു എന്ന് ജാവദേക്കർ പറഞ്ഞിട്ടുണ്ട്. ബിനോയ് വിശ്വത്തെയും കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുതിർന്ന പല നേതാക്കളെയും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് തന്നെയും കണ്ടത് എന്നാണ് EP ജയരാജൻ പറയുകയും ചെയ്യുന്നത്. അത്തരത്തിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ അതൃപ്തി പരസ്യമാക്കുന്നത് തന്നെയാണ് ഈ ആത്മകഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പലതുമാണ് പുറത്തു വന്നതെന്ന് EP ജയരാജൻ പറയുമ്പോൾ അദ്ദേഹം എഡിറ്റ് ചെയ്യാത്ത, അതായത് അദ്ദേഹം പൂർണ്ണമായും വായിക്കാത്ത വെർഷനാണോ ഇത് എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും EP ജയരാജൻ ഇതിനെ ഓൺ ചെയ്യുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് ദിവസം തെറ്റായ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്നുകൂടി EP ജയരാജൻ പറയുന്നു. പക്ഷേ EP ജയരാജനിലൂടെ മറ്റൊരു വിധി ദിനത്തിൽ പാർട്ടി വീണ്ടും പ്രതിരോധത്തിലാകുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ വലിയ രാഷ്ട്രീയ പ്രാധാന്യവും. പാലക്കാട് ഇപ്പോൾ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്ന P സരിൻ അവസരവാദി എന്ന പുസ്തകത്തിൽ പേരെടുത്ത് വിമർശിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും
സ്വതന്ത്ര വയ്യാവേലിയാകുമെന്ന് ഓർക്കണമെന്നും EP പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. KS ഹംസയടക്കം കഴിഞ്ഞ തവണ സ്വതന്ത്രരായിട്ട് മത്സരിച്ചിരുന്നു. എന്നാൽ എഴുതാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് EP-യുടെ പ്രതികരണം. ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആർക്കും അനുമതി കൊടുത്തിട്ടില്ലെന്നും കവർ ചിത്രം പോലും തയ്യാറാക്കിയിട്ടില്ലെന്നും EP പറയുമ്പോൾ കവർ ചിത്രം അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ മറ്റൊരു രാഷ്ട്രീയ ബോംബായി മാറുമോ EP ജയരാജന്റെ ആത്മകഥയുടെ ഉൾഭാഗങ്ങൾ ഉള്ളടക്കം പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഗൗരവത്തോടു കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാദ വിഷയങ്ങളിലെല്ലാം EP ജയരാജൻ ആത്മകഥയിൽ സൂചനകൾ നൽകുന്നുണ്ട്. അതിൽ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച അത് പാർട്ടിയെ അറിയിച്ചിരുന്നു. താൻ മാത്രമായിട്ടുമല്ല ഈ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയത്. UDF-ലെ മുതിർന്ന നേതാക്കളുമായും ഈ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് EP ജയരാജൻ തന്റെ ആത്മകഥയിൽ പറയുന്നത്. EP-യുടെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്ന ആത്മകഥയിലെ ഉള്ളടക്കമാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട്ടെ ഇടതു സ്വതന്ത്രൻ പീസനെതിരെ വിമർശനമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ഇനി EP-യുടെ നിലപാടറിയണം. EP പക്ഷേ പറയുന്നത് താൻ എഴുതാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളടക്കമായി പുറത്തു വന്നിരിക്കുന്നത് എന്നാണ്. എന്നാൽ DC ബുക്സിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് പുസ്തകം ഉടൻ മാർക്കറ്റിലേക്ക് എത്തും എന്നതാണ്. പാർട്ടിയെ വിമർശിക്കുന്നു പല ഘട്ടങ്ങളിലും. LDF കൺവീനർ എന്ന സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് തൻ്റെ പൂർണ്ണമായ അനുമതിയോടുകൂടിയല്ല, അത് പാർട്ടിയോട് തന്നെ അറിയിച്ചിരുന്നു. പാർട്ടിയെ തന്നെ ഒട്ടും മനസ്സിലാക്കിയില്ല, തനിക്കിതിൽ വിഷമമുണ്ടെന്നും ഒക്കെ EP ജയരാജൻ തുറന്നടിക്കുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാർ വളരെ ദുർബലം എന്നാണ് ആത്മകഥയിൽ തുറന്നടിച്ചിരിക്കുന്നത് എന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത് വീണ്ടും ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി തീരും. ചേലക്കരയിലും വയനാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ വിവാദ പരാമർശങ്ങളുള്ള പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. രാഷ്ട്രീയ ജീവിതവും വിവാദങ്ങളും ഉൾപ്പെടുത്തി ആത്മകഥ എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് നേരത്തെ EP ജയരാജൻ കോഫി വിത്ത് അരുണിൽ പറഞ്ഞിരുന്നു. ദേശാഭിമാനിക്കായി പരസ്യവും ബോണ്ടും വാങ്ങിയത് പാർട്ടിയുമായിട്ട് ആലോചിച്ചാണെന്നും എന്നാൽ VS അച്യുതാനന്ദൻ അത് തനിക്കെതിരെ ആയുധമാക്കിയെന്നും സാന്റിയാഗോ മാർട്ടിന്റെ കാര്യത്തിൽ പരാമർശമുണ്ട്. ആദ്യ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ EMS നമ്പൂതിരിപ്പാടിനോടൊപ്പമുള്ള EP ജയരാജന്റെ ചിത്രം മുഖചിത്രമാക്കിയാണ് ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്നത്. BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദമായതിനു പിന്നാലെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്തു പോകുമ്പോൾ പാർട്ടി തന്നോട് ആനുകൂല്യം പാർട്ടി നൽകിയില്ല എന്നും പാർട്ടി തന്നെ പരിഗണിച്ചില്ല എന്നുമാണ് പ്രകാശ് ജാവ്ദേക്കർ ഇപ്പോൾ EP ജയരാജൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ആത്മകഥയിലാണ് ഈ വിമർശനമുള്ളത്.